ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള ഫിസിക്സിലെ 3ാമത്തെ ചാപ്റ്ററിൻ്റെ 3ാമത്തെ പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് മാത്സ് പ്രോബ്ലംസ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സുകൾ അല്പം ഒന്ന് ഡിലേ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പാർട്ട് 3 നമുക്ക് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ 1ഉം 2ഉം പാർട്ടും ഒക്കെ കണ്ടതിന് ശേഷം ഈ 3ാമത്തെ പാർട്ട് കാണുക. ചലന നിയമങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഇതിലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് PSCക്ക് ചോദിക്കാനായിട്ട് വരുന്നതാണ് ഈ ഒരു പാഠഭാഗത്ത് നിന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ ഇടുക. അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു. അപ്പം നമുക്ക് സമയം കളയേണ്ട, ക്ലാസ്സുകളിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ന്യൂട്ടൻ്റെ 2ാം ചലന നിയമത്തെക്കുറിച്ചാണ്. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ഒരു വസ്തുവിന് ലഭിച്ച ബലം കൂടുതലെങ്കിൽ മൊമൻ്റ് വ്യത്യാസ നിരക്ക് കൂടുതലായിരിക്കും. അപ്പം നമ്മൾ പറഞ്ഞു, ഒരു വസ്തുവിന് ലഭിച്ച ബലം കൂടുതലാണെങ്കിൽ അവിടുത്തെ മൊമൻ്റ് വ്യത്യാസ നിരക്ക് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഓരോ പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ നമ്മളോട് ചോദിക്കാം. ഇത് ആദ്യമായി പ്രസ്താവിച്ചത് സർ ഐസക് ന്യൂട്ടൻ ആണ്. അപ്പോൾ ഒരു വസ്തുവിന് ലഭിച്ച ബലം കൂടുതലാണെങ്കിൽ മൊമൻ്റ് വ്യത്യാസ നിരക്ക്, മൊമൻ്റം എന്ന് പറഞ്ഞാൽ ആക്കം, മലയാളത്തിൽ നമ്മൾ ആക്കം എന്നാണ് പറയുന്നത്. ആക്ക വ്യത്യാസ നിരക്ക് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ഇങ്ങനെ ആക്ക വ്യത്യാസ നിരക്ക് അല്ലെങ്കിൽ വസ്തുവിന് ബലം കൂടുമ്പോൾ ആക്ക വ്യത്യാസ നിരക്ക് കൂടുതലായിരിക്കുമെന്ന് ആദ്യമായി പ്രസ്താവിച്ചത് ആരാണ്? സർ ഐസക് ന്യൂട്ടൻ ആണ്. ഇതിനെയാണ് അദ്ദേഹത്തിൻ്റെ 2ാം ചലന നിയമം എന്ന് പറയുന്നത്. അപ്പം ന്യൂട്ടൻ്റെ 2ാം ചലന നിയമം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. ഒരു വസ്തുവിന് ലഭിച്ച ബലം കൂടുതലെങ്കിൽ അതിൻ്റെ മൊമൻ്റ് വ്യത്യാസ നിരക്ക് അഥവാ ആക്ക വ്യത്യാസ നിരക്ക് കൂടുതലായിരിക്കും. ഒരു വസ്തുവിനുണ്ടാകുന്ന മൊമൻ്റ് വ്യത്യാസ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. അപ്പം എന്താ ഇവിടെ പറഞ്ഞത്? ഒരു വസ്തുവിനുണ്ടാകുന്ന മൊമൻ്റ് വ്യത്യാസ നിരക്ക് അഥവാ ആക്ക വ്യത്യാസ നിരക്ക് ആ വസ്തുവിൽ മേൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. മൊമൻ്റ് വ്യത്യാസം ഉണ്ടാകുന്നത് പരിണിത ബലത്തിൻ്റെ ദിശയിലായിരിക്കും. അപ്പോൾ ഈ മൊമൻ്റ് വ്യത്യാസം എന്ന് പറയുന്നത് എങ്ങനെയാണ്? പരിണിത ബലം, അവസാനം നമുക്കൊരു പരിണിത ബലം കിട്ടുമല്ലോ, ആ ബലത്തിൻ്റെ ദിശയിലായിരിക്കും എന്തുണ്ടാകുന്നത്? മൊമൻ്റ് വ്യത്യാസം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മൊമൻ്റ് വ്യത്യാസ നിരക്കൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ഈ പരിണിത ബലം എന്താണെന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ ക്ലാസ് ആദ്യമായിട്ട് കാണുക, എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകുന്നതാണ്. ഇനി ഈ നിയമം ഗണിത രീതിയിൽ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. m മാസ്സുള്ള ഒരു വസ്തു u എന്ന പ്രവേഗത്തോടെ ചലിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ? m മാസ്സുള്ള ഒരു വസ്തു u എന്ന പ്രവേഗത്തോടെ ചലിക്കുന്നു എന്ന് കരുതുക. t സമയത്തേക്ക് F ബലം പ്രയോഗിച്ചപ്പോൾ അതിൻ്റെ പ്രവേഗം v ആയി മാറുന്നു എന്നിരിക്കട്ടെ. അപ്പം അങ്ങനെയെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പം നമുക്കിവിടെ ഇവിടെ വസ്തുവിൻ്റെ ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് എന്താണ്? u ആണ്. വസ്തുവിൻ്റെ ആദ്യ പ്രവേഗം u ആണ്. അന്ത്യപ്രവേഗം എന്താണ്? v ആണ്. ആദ്യ മൊമൻ്റം എന്താണ്? mu ആണ് തന്നിട്ടുണ്ട്. അന്ത്യ മൊമൻ്റം എന്തായിരിക്കും? mv ആണ്. ഇനി മൊമൻ്റ് വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? mv മൈനസ് mu. ഇതാണ് മൊമൻ്റ് വ്യത്യാസം എന്ന് പറയുന്നത്. അന്ത്യ മൊമൻ്റം മൈനസ് ആദ്യ മൊമൻ്റം, അതാണ് മൊമൻ്റ് വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി മൊമൻ്റ് വ്യത്യാസ നിരക്ക് കാണാൻ എന്ത് ചെയ്താൽ മതി? m ഇൻറ്റു v മൈനസ് u ബൈ t. അതായത് ma ആണ് എന്തെന്ന് പറയുന്നത്? മൊമൻ്റ് വ്യത്യാസ നിരക്ക്. മൊമൻ്റ് വ്യത്യാസ നിരക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നേരത്തെ കണ്ടത്? v മൈനസ് u ബൈ t ആണ്. ഇനി ന്യൂട്ടൻ്റെ 2ാം ചലന നിയമം അനുസരിച്ച് F proportion to
MA. അപ്പം ന്യൂട്ടൻ്റെ രണ്ടാം ചലനം പറയുന്നത് എന്താണ്? എഫ് പ്രൊപ്പോർഷനാണ്. ഏതോട്? MA എന്നതിനോട് എഫ് പ്രൊപ്പോർഷനിലാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം എഫ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു MA. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? കെ ഇൻറ്റു MA ആണ് എഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ പറയുന്നത് കെ എന്നത് ഒരു സ്ഥിരം സംഖ്യയാണ്. അപ്പോൾ കെ എന്നത് എന്താണ്? ഒരു സ്ഥിരം സംഖ്യയാണ്. ഇനി പറയുന്നത് ബലത്തിൻ്റെ SI യൂണിറ്റ്. ബലത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ അഥവാ N ആണ്. ബലത്തിൻ്റെ SI യൂണിറ്റ് ചോദിക്കും. ബലത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ അല്ലെങ്കിൽ N ആണ് ബലത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. 1 കിലോഗ്രാം മാസുള്ള വസ്തുവിൽ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണമുണ്ടാകാൻ ആവശ്യമായ ബലം 1 ന്യൂട്ടൺ എന്നെടുത്താൽ M ഈസ് ഈക്വൽ ടു 1 കിലോഗ്രാം. എ എന്ന് പറയുന്നത് ഇവിടെ ത്വരണം എന്ന് പറയുന്നത് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ ആണ്. ഇവിടെ ഇങ്ങനെ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എഫ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു KMA എന്ന് പറയാം. കെ ഇൻറ്റു MA അതാണ് എഫ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. കെ എന്ന് പറയുന്ന ഒരു സ്ഥിരം സംഖ്യയാണെന്ന് പറഞ്ഞു. 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്താണ്? കെ ആണ്. 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് കെ ഇൻറ്റു 1 kg ഇൻറ്റു 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു 1 kg. ഇവിടെ മാസ് എന്ന് പറയുന്നത് 1 kg ആണ്. ഇവിടെ ത്വരണം എന്ന് പറയുന്നത് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇതിനെ നമ്മൾ കുറച്ച് വിപുലീകരിച്ച് പറഞ്ഞാൽ ഇനി കെ എന്ന് പറയുന്നത് എന്താണ്? കെ എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ കെ എന്ന് പറയുന്നത് എന്താണ്? കെ ഇവിടെ 1 ആണ്. എഫ് എന്ന് പറയുന്നത് അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു M ഇൻറ്റു എ. ഇങ്ങനെയാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ബലം കണക്കാക്കാനുള്ള സമവാക്യം. അപ്പോൾ ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം അനുസരിച്ച് ബലം കണക്കാക്കുന്നതിനുള്ള സമവാക്യം എന്ത് എന്ന് ചോദിക്കും. അപ്പോൾ എന്തെന്ന് പറയുക? എഫ് ഈസ് ഈക്വൽ ടു M ഇൻറ്റു എ എന്നതാണ് ബലം കണക്കാക്കാനുള്ള സമവാക്യം. ഇത് കാണാതെ പഠിച്ചു വെക്കുക. ഈ ഒരു സമവാക്യം കാണാതെ പഠിച്ചു വെക്കുക. ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമപ്രകാരം ബലം കണക്കാക്കാനുള്ള സമവാക്യം എന്ത് എന്ന് ചോദിക്കാം. അപ്പോൾ എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു M ഇൻറ്റു എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? നമുക്ക് നോക്കാം. 12 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണത്തോടു കൂടി ചലിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൽ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന ബലം കണക്കാക്കുക. അപ്പോൾ 12 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു. അപ്പോൾ ഇവിടെ മാസ് എന്ന് പറയുന്നത് നമുക്ക് എഴുതാം. മാസ് എത്രയാണ്? മാസ് എന്ന് പറയുന്ന M ഈസ് ഈക്വൽ ടു 12 kg എന്ന് എഴുതാം. 12 കിലോഗ്രാം. ഇനി ഇവിടെ അതിന് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണമുണ്ട്. അപ്പോൾ ത്വരണം ആക്സിലറേഷൻ അഥവാ ത്വരണം എന്ന് പറയുന്നത് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അത് നമുക്ക് കിട്ടി. ഇനി അങ്ങനെ 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണത്തോടു കൂടി ചലിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൽ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന ബലം കണക്കാക്കാൻ ഇവിടെ നമുക്ക് കണക്കാക്കേണ്ടത് എന്താണ്? ഫോഴ്സ് ആണ്. ഫോഴ്സ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫോഴ്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിനൊരു ഇക്വേഷൻ ഉണ്ട്, നമുക്ക് കാണാം. ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു M ഇൻറ്റു എ. അതാണ് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ. അപ്പം നമുക്ക് പറയാം എന്താണ്? 12 ഇൻറ്റു 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 12 kg ഇൻറ്റു 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പം നമുക്ക് എത്ര കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും? 48 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. 48 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്ക് കിട്ടും? എഫ് ഈസ് ഈക്വൽ ടു 48 ന്യൂട്ടനാണ്. ഇതാണ് ഇവിടുത്തെ ആൻസർ. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? 20 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൽ 40 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചു കൊണ്ടിരുന്നാൽ ഉണ്ടാകുന്ന ത്വരണം എത്ര? അപ്പോൾ ഇവിടെ നമുക്ക് കാണാനുള്ളത് ആരെയാണ്? എ ആണ് കാണാനുള്ളത്, ത്വരണമാണ് കാണാനുള്ളത്. അപ്പോൾ ഇവിടുത്തെ മാസ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ട അതേപോലെ എഴുതിയാൽ മതി. അപ്പോൾ ഇവിടുത്തെ
നമ്മുടെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? എം എന്ന് പറയുന്നത് 20 kg ആണ്, 20 കിലോഗ്രാം ആണ്. ഇനി ഇവിടുത്തെ ബലം എത്രയാണ്? 40 ന്യൂട്ടനാണ്. എഫ് എന്ന് പറയുന്നത് 40 ന്യൂട്ടനാണെന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ കാണേണ്ടത് എന്താണ്? നമ്മുടെ ത്വരണമാണ് കാണേണ്ടത്. എ ഈസ് ഈക്വൽ ടു എത്ര? അപ്പം നമ്മുടെ ഇക്വേഷൻ പറയാം. എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ ആണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ എമ്മും എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? എ കണ്ടുപിടിക്കാൻ എ ഈസ് ഈക്വൽ ടു എഫ് ബൈ എം. ഇവിടെ എഫ് എമ്മും നമുക്ക് തന്നിട്ടുണ്ട്. എഫ് ബൈ എം. അപ്പോൾ ഇവിടെ എഫ് എന്ന് പറയുന്നത് 40 ന്യൂട്ടനാണ്. എം എന്ന് പറയുന്നത് 20 കിലോഗ്രാം ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇത് രണ്ടും വെട്ടിപ്പോയി. അപ്പോൾ എത്രയെന്ന് കിട്ടും? നമുക്ക് 2 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടി. അപ്പോൾ ഇവിടുത്തെ ത്വരണം എ എന്ന് പറയുന്നത് എത്രയാണ്? ആക്സിലറേഷൻ അഥവാ ത്വരണം എന്ന് പറയുന്നത് എ ഈസ് ഈക്വൽ ടു 2 മീറ്റർ/സെക്കൻഡ്. ഇതാണ് ആൻസർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. 1000 കിലോഗ്രാം മാസുള്ള ഒരു വാഹനം 90 km/h പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നു. 5 സെക്കൻഡ് സമയത്തേക്ക് ബ്രേക്ക് പ്രയോഗിച്ചപ്പോൾ വാഹനം നിശ്ചലമായി എങ്കിൽ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന ബലം എത്ര? അപ്പം ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് എത്രയാണ്? ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് 90 km/h ആണ്. അപ്പം നമുക്ക് 90 km/h എന്ന് പറയുമ്പോൾ നമുക്കത് മീറ്റർ/സെക്കൻഡിലേക്ക് വരുമ്പോൾ എത്രയാകും? 25 മീറ്റർ/സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടും. ഇനി അന്ത്യപ്രവേഗം എന്ന് പറയുന്നത് വി എന്ന് പറയുന്നത് എന്താണ്? 0 ഇവിടെ മാസ് എന്ന് പറയുന്നത് 1000 കിലോഗ്രാം ആണ്. അപ്പം നമുക്കിവിടെ കാണാൻ എന്ത് കാണാം? എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ എന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഇവിടെ മൊമെൻ്റ് വ്യത്യാസ നിരക്കാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എം ഇൻറ്റു ബി മൈനസ് യു എന്ന് പറയുന്ന ഇക്വേഷൻ എഴുതി അതിൻ്റെ ടൈം കണക്കാക്കുക. അപ്പോൾ ഇവിടെ എം എന്ന് മാസ് എന്ന് പറയുന്ന 1000 കിലോഗ്രാം ആണ്. അന്ത്യപ്രവേഗം 0 ആണ്. ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ അതിന് 5 സെക്കൻഡ് ന്യൂട്ടൺ. അപ്പോൾ ഇതിന് കിട്ടും എത്ര? എന്താണ് ഉത്തരം കിട്ടുന്നത്? -5000 ന്യൂട്ടൺ എന്നാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ. ഇനി പ്രയോഗിക്കുന്ന ബലത്തിന് എന്തിനാണ് നെഗറ്റീവ് ചിഹ്നം? അപ്പോൾ പ്രയോഗിക്കുന്ന ബലത്തിന് എന്തിനാണ് നെഗറ്റീവ് ചിഹ്നം എന്ന് ചോദിച്ചിട്ടുണ്ട്. ബലം സദിശ അളവായതിനാണ്. അപ്പോൾ ബലം എന്ന് പറയുന്നത് എന്താണ്? ഒരു സദിശ അളവാണ് ബലം അഥവാ ഫോഴ്സ് എന്ന് പറയുന്നത് സദിശ അളവാണ്. നെഗറ്റീവ് ചിഹ്നം സൂചിപ്പിക്കുന്നത് ബലം വാഹനം ചലിക്കുന്നതിൻ്റെ എതിർദിശയിലാണ് എന്നതാണ്. അപ്പോൾ ഒരു വാഹനം പോവുകയാണ്, ആ പോകുന്നതിൻ്റെ എതിർദിശയിലാണ് എന്ന് കാണിക്കുന്നതിനാണ് എന്ത് സൂചിപ്പിക്കുന്നത്? നെഗറ്റീവ് ചിഹ്നം കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 10 കിലോഗ്രാം മാസുള്ള വസ്തുവിൻ്റെ പ്രവേഗം 4 സെക്കൻഡ് കൊണ്ട് 6 മീറ്റർ/സെക്കൻഡിൽ നിന്നും 18 മീറ്റർ/സെക്കൻഡായി മാറുന്നു എങ്കിൽ ഒന്നാമത് നമ്മൾ കാണണം അതിൻ്റെ മൊമെൻ്റ് വ്യത്യാസ നിരക്ക് എത്രയാണെന്ന് കാണണം. അതുപോലെ ഇവിടെ പ്രയോഗിച്ച ബലം എത്രയെന്ന് കണ്ടെത്തണം. അതുപോലെ വസ്തുവിൻ്റെ ത്വരണം എത്രയെന്ന് കണ്ടെത്തണം. 6 സെക്കൻഡ് സമയത്തേക്ക് ഈ ബലം പ്രയോഗിച്ചാൽ വസ്തുവിൻ്റെ പ്രവേഗം എത്രയാകുമെന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? മാസ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 10 കിലോഗ്രാം ആണ്. 10 കിലോഗ്രാം മാസ് ആണെങ്കിൽ അതിൻ്റെ ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് യു എന്ന് പറയുന്നത് എത്രയാണ്? 6 മീറ്റർ/സെക്കൻഡ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. 6 മീറ്റർ/സെക്കൻഡ് ആണ്. അതിൽ നിന്ന് എത്രയാവും? 18 മീറ്റർ/സെക്കൻഡ്. അപ്പോൾ അന്ത്യപ്രവേഗം എത്ര? വി ഈസ് ഈക്വൽ ടു 18 മീറ്റർ/സെക്കൻഡ് ആവും. അപ്പം നമ്മൾ കാണാനുള്ളത് എന്താണ്? മൊമെൻ്റ് വ്യത്യാസ നിരക്ക്. അപ്പോൾ മൊമെൻ്റ് വ്യത്യാസ നിരക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി ആണ്. അപ്പോൾ ഇവിടെ എം എന്ന് പറയുന്നത് എത്രയാണ്? 10 kg ആണ്, 10 കിലോഗ്രാം ആണ്. ഇനി ഇവിടുത്തെ വി എന്ന് പറയുന്നത് അന്ത്യ പ്രവേഗം എന്ന് പറയുന്നത് 18 മീറ്റർ/സെക്കൻഡ് ആണ്. ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് 6 മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ അത് 4 സെക്കൻഡ് ടൈം. അപ്പോൾ നമുക്ക് എത്രയെന്ന് ആൻസർ കിട്ടും? 30 ന്യൂട്ടൺ ആണെന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി ഇവിടെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പ്രയോഗിച്ച ബലം എത്ര? അപ്പോൾ ഫോഴ്സ് എത്രയാണെന്ന് നമ്മൾ കാണണം. ബലത്തിന് നമ്മൾ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു മൊമെൻ്റ് വ്യത്യാസ നിരക്ക് ഈസ് ഈക്വൽ ടു 30 N. ഇവിടുത്തെ മൊമെൻ്റ് വ്യത്യാസ നിരക്ക് എന്ന് പറയുന്നത് എത്രയാണ്?
30 ന്യൂട്ടനാണ്. ഇനി വസ്തുവിൻ്റെ ത്വരണം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. ത്വരണം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എ ഈസ് ഈക്വൽ ടു എഫ് ബൈ എം ആണ് ത്വരണം കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 30 ന്യൂട്ടനാണ്. അവിടെ എം മാസ് എന്ന് പറയുന്നത് 10 kg ആണ്, 10 കിലോഗ്രാം ആണ്. അപ്പം നമുക്ക് എത്രയെന്ന് കിട്ടും? 3 മീറ്റർ പെർ അപ്പോൾ വെട്ടിപ്പോകുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി അന്ത്യപ്രവേഗമാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? 6 സെക്കൻഡ് സമയത്തേക്ക് ഈ ബലം പ്രയോഗിച്ചാൽ വസ്തുവിൻ്റെ പ്രവേഗം എത്രയാകും? അപ്പോൾ അന്ത്യപ്രവേഗം എന്ന് പറയുന്നത് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ഇസ് ഈക്വൽ ടു 6. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ എന്താണ്? ഇവിടെ 6 മീറ്റർ പെർ സെക്കൻഡ് പ്ലസ് 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു 6 സെക്കൻഡ്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിക്കഴിച്ച് വരുമ്പോൾ നമുക്ക് എത്രയെന്ന് ആൻസർ കിട്ടും? 24 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആൻസർ. ഇനി അടുത്ത് ഒന്നുകൂടി ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാം. 7 കിലോഗ്രാം മാസുള്ള ഒരു ഷോട്ട് നിരപ്പായ ഒരു മൈതാനത്തിൽ കൂടി 2 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടെ ഉരുട്ടിവിട്ടപ്പോൾ 5 സെക്കൻഡ് കൊണ്ട് നിശ്ചലമായി. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഈ ഷോട്ടിനെ നിശ്ചലമാക്കിയ ബലമേത്? രണ്ടാമത്തത് എന്താണ്? ബലത്തിൻ്റെ അളവ് കണക്കാക്കുക. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ 7 കിലോഗ്രാം മാസുള്ള ഒരു ഷോട്ട് നിരപ്പായ ഒരു മൈതാനത്തിൽ കൂടി 2 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടെ ഉരുട്ടിവിട്ടപ്പോൾ 5 സെക്കൻഡ് കൊണ്ട് എന്തായി? നിശ്ചലമായി. അപ്പോൾ ഈ ഷോട്ടിനെ നിശ്ചലമാക്കിയ ബലം ഏതെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ആദ്യം നമ്മളിവിടെ ഓരോ കാര്യങ്ങളും പറയും. ഇവിടുത്തെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? എം ഈസ് ഈക്വൽ ടു 7 kg ആണ്, 7 kg ആണ്. അതുപോലെ ഇവിടുത്തെ പ്രവേഗം അഥവാ യു ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ഇവിടെ സമയം എത്രയാ? ടി ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ്. സമയം 5 സെക്കൻഡ് ആണ്. അങ്ങനെയെങ്കിൽ എന്ത്? ഈ ഷോട്ടിനെ നിശ്ചലമാക്കിയ ബലം. അപ്പം നിശ്ചലമാക്കിയ ബലം എന്ന് പറയുമ്പോൾ എന്താണ്? വി ആണ്. അന്ത്യപ്രവേഗം എന്ന് പറയുന്നത് 0 ആണ്. അപ്പം നമുക്കിവിടെ കാണാനുള്ള എന്താണ്? ബലമാണ് കാണാനുള്ളത്. ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു എം എ കാണാം. 7 കിലോഗ്രാം മാസുള്ള ഒരു ഷോട്ട് നിരപ്പായ ഒരു മൈതാനത്തിൽ കൂടി 2 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടെ ഉരുട്ടിവിട്ടപ്പോൾ 5 സെക്കൻഡ് കൊണ്ട് നിശ്ചലമായി എങ്കിൽ ഈ ഷോട്ടിനെ നിശ്ചലമാക്കിയ ബലമേത്? ബലത്തിൻ്റെ അളവ് കാണുക എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്ന് നോക്കാം. ഇവിടെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? മാസ് എന്ന് പറയുന്നത് എം ഈസ് ഈക്വൽ ടു 7 kg ആണ്. ഇനി ഇവിടെ ത്വരണം എത്രയാണ്? ത്വരണമല്ല, നമ്മളിവിടെ പ്രവേഗമാണ്. ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് യു ഈസ് ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ഇവിടുത്തെ സമയം എത്രയാണ്? ടി ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ്. 5 സെക്കൻഡാണ് ഇവിടുത്തെ ടി എന്ന് പറയുന്നത്. ഇനി നമുക്ക് കണ്ടെത്താനുള്ളത് എന്താണ്? 5 സെക്കൻഡ് കൊണ്ട് നിശ്ചലമായി. അപ്പോൾ അവിടെ അന്ത്യപ്രവേഗം എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ കാണാനുള്ളത് എന്താണ്? ഇനി ഇവിടുത്തെ രണ്ടാം ചലന നിയമത്തിലെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ. അപ്പോൾ ഇവിടെ എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി എന്ന് പറയുന്ന ഇക്വേഷൻ കൊടുത്ത് നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇവിടെ എം എന്ന് പറയുന്നത് എത്രയാണ്? എം എന്ന് പറയുന്നത് 7 കിലോയാണ് അല്ലേ? 7 കിലോഗ്രാം. അപ്പോൾ 7 ഇൻറ്റു ഇവിടുത്തെ അന്ത്യപ്രവേഗം 0 ആണ്. ആദ്യപ്രവേഗം എത്രയാണ്? 2 ആണ് ആദ്യപ്രവേഗം. സമയം എത്രയാണ്? 5 സെക്കൻഡാണ്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് നമുക്ക് എഫ് എന്ന് പറയുന്നത് എഫ് ഈസ് ഈക്വൽ ടു 7 ഇൻറ്റു -2/5 എന്ന് കിട്ടും. അപ്പോൾ 7 ഇൻറ്റു -2/5 എന്ന് പറയുമ്പോൾ എത്രയാണ്? -14/5
5 എന്നാണ് ഇവിടെ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഷോട്ടിനെ നിശ്ചലമാക്കിയ ബലം ഏതാണ്? -14/5 ആണ്. ഇനി ഇവിടുത്തെ ബലത്തിൻ്റെ അളവ് ചോദിച്ചിട്ടുണ്ട്. F = എത്രയാണ് ബലത്തിൻ്റെ അളവെന്ന് പറയുന്നത്? -14/5 എന്ന് പറയുമ്പം നമ്മൾ ചെയ്ത് വരുമ്പോൾ അത് എത്ര കിട്ടും? -2.8 ന്യൂട്ടൺ, -2.8 ന്യൂട്ടൺ എന്ന് നമുക്കിവിടെ ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബലത്തിൻ്റെ അളവെന്ന് പറയുന്നത്. ചുറ്റിക ഉപയോഗിച്ച് ആണി അടിച്ചു കയറ്റുമ്പോൾ ആണിയിലേക്ക് ബലം കൈമാറ്റം ചെയ്യുന്ന സമയ ഇടവേള എത്രയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? 1 സെക്കൻഡിൻ്റെ വളരെ ചെറിയ ഒരംശം മാത്രമല്ലേ ഇത്? ഇത്തരം ബലങ്ങളുടെ സവിശേഷതകൾ പരിശോധിക്കാം. അപ്പോൾ ഇവിടെ ഒരു കുട്ടി ചുറ്റിക വെച്ചിട്ട് ആണി അടിക്കുന്നതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് എന്താണ്? ആവേഗ ബലവും ബലത്തിൻ്റെ ആവേഗവുമാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്ന സാഹചര്യങ്ങളിൽ ബലങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് കണ്ടെത്താമോ എന്ന് ചോദിക്കുന്നുണ്ട്. ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് ബോൾ അടിച്ച് തെറിപ്പിക്കുന്നത്, ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് ബോൾ അടിച്ച് തെറിപ്പിക്കുന്നത് എന്ന് പറയുമ്പം ആ ബലത്തിൻ്റെ പ്രത്യേകം അവിടെ എന്താണ്? അവിടെ നമ്മൾ ബോൾ അടിച്ച് തെറിപ്പിക്കാൻ ശക്തമായൊരു ബലമാണ് പ്രയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ അത് നമുക്ക് പറയാം എന്താണ്? ആ ബലമാണ് ആവേഗ ബലം എന്ന് പറയുന്നത്. അതുപോലെ ഫുട്ബോൾ കളിക്കുമ്പോൾ പന്ത് കാലുകൊണ്ട് അടിക്കുന്നതും എന്തിന് ഉദാഹരണമാണ്? ആവേഗ ബലത്തിന് ഉദാഹരണമാണ്. അപ്പോൾ അതുപോലെ തന്നെ ആണി അടിക്കുന്നത് എന്തിന് ഉദാഹരണമാണ്? ആവേഗ ബലത്തിന് ഉദാഹരണമാണ്. ഇവിടെയെല്ലാം വലിയ ബലം വളരെ ചെറിയ സമയത്തേക്കല്ലേ പ്രയോഗിക്കപ്പെടുന്നത്. ഇത്തരം ബലമാണ് ആവേഗ ബലം. അപ്പോൾ എന്താണ് ആവേഗ ബലം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം വലിയ ബലം വളരെ ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആവേഗ ബലം എന്ന് പറയുന്നത്. വലിയ ബലം എന്ത് ചെയ്യുന്നു? വളരെ ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കുന്നതാണ് ആവേഗ ബലം. വളരെ ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലമാണ് ആവേഗ ബലം. അപ്പോൾ വളരെ ചെറിയ സമയം വളരെ ചെറുതായിരിക്കും ഇവിടെ. ആ വളരെ ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആവേഗ ബലം എന്ന് പറയുന്നത്. ഇനി ഈ ബലത്തിൻ്റെയും സമയത്തിൻ്റെയും ഗുണനഫലമാണ് ബലത്തിൻ്റെ ആവേഗം. അപ്പം ബലത്തിൻ്റെ ആവേഗം എന്ന് പറയുന്നത് എന്താണ്? നമ്മളീ പറഞ്ഞ എന്തിൻ്റെയൊക്കെയാണ്? ബലത്തിൻ്റെയും സമയത്തിൻ്റെയും ഗുണനഫലമാണ് ബലത്തിൻ്റെ ആവേഗം എന്ന് പറയുന്നത്. ബലത്തിൻ്റെ ആവേഗം എന്ന് പറയുന്നത് ബലത്തിൻ്റെ ആവേഗം അഥവാ I = ബലം. എഫ് എന്ന് പറയുമ്പം എന്താണ്? ബലം അല്ലെങ്കിൽ എഫ്. I = ബലം ഇൻറ്റു സമയം. അപ്പോൾ ബലത്തിൻ്റെ ആവേഗം എന്ന് പറയുന്നത് എന്താണ്? ആവേഗത്തെ നമ്മൾ I എന്നുള്ള അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. I = ബലം ഇൻറ്റു സമയം അല്ലെങ്കിൽ F × T. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെന്ന് കിട്ടും? I = F × T എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ ഫോം ചെയ്തു. ആവേഗത്തിൻ്റെ അല്ലെങ്കിൽ ആവേഗത്തിൻ്റെ ആ ഒരു ബലത്തിൻ്റെ ആവേഗം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. ബലത്തിൻ്റെ ആവേഗം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം എന്താണ്? I = F × T. F × T എന്നതാണ് എന്ത്? ബലത്തിൻ്റെ ആവേഗം. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബലമുണ്ടാക്കുന്ന ആവേഗത്തിൻ്റെ യൂണിറ്റ്. ബലം ഉണ്ടാക്കുന്ന ആവേഗത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ബലത്തിൻ്റെ യൂണിറ്റ് ഇൻറ്റു സമയത്തിൻ്റെ യൂണിറ്റ് എന്നതാണ്. വളരെ ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലമാണ് ആവേഗബലം. ഈ ബലത്തിൻ്റെയും സമയത്തിൻ്റെയും ഗുണനഫലമാണ് ബലത്തിൻ്റെ ആവേഗം എന്ന് പറയുന്നത്. അപ്പം ബലത്തിൻ്റെ ആവേഗം കാണുന്നത് എങ്ങനെയാണ്? ആവേഗത്തെ നമ്മൾ I കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ബലത്തിൻ്റെ ആവേഗം = ബലം ഇൻറ്റു സമയം. അതാണ് ബലത്തിൻ്റെ ആവേഗം എന്ന് പറയുന്നത്. അപ്പോൾ ബലത്തിൻ്റെ ആവേഗം എന്താണ്? നമ്മൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. I = F × T. അതാണ് ബലത്തിൻ്റെ ആവേഗം എന്ന് പറയുന്നത്. ബലമുണ്ടാക്കുന്ന ആവേഗത്തിൻ്റെ യൂണിറ്റ് ആണ് അടുത്ത് നമ്മൾ പറയുന്നത്. ബലം ഉണ്ടാക്കുന്ന ആവേഗത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്
ബലത്തിൻ്റെ യൂണിറ്റ് ഇൻറ്റു സമയത്തിൻ്റെ യൂണിറ്റാണ്. ബലത്തിൻ്റെ യൂണിറ്റ് ഇൻറ്റു സമയത്തിൻ്റെ യൂണിറ്റാണ് ബലമുണ്ടാക്കുന്ന ആവേഗത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബലത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം. ബലത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? എന്നാണ്. എന്നാണ് ബലത്തിൻ്റെ യൂണിറ്റ്. ബലത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്ന എന്നാണ്. അതുപോലെ സമയത്തിൻ്റെ യൂണിറ്റ് എസ് ആണ്. അപ്പോൾ എൻ ഇൻറ്റു എസ് ഈസ് ഈക്വൽ ടു എന്താണ്? എൻ എസ് ആണ് നമ്മുടെ ബലം ഉണ്ടാക്കുന്ന ആവേഗത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബലമുണ്ടാക്കുന്ന ആവേഗത്തിൻ്റെ യൂണിറ്റ് ചോദിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് എന്തെന്ന് പറയാം? എൻ എസ് ആണ് ബലമുണ്ടാക്കുന്ന ആവേഗത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു ബലത്തിൻ്റെ ആവേഗവും അതുണ്ടാക്കുന്ന മൊമൻ്റ വ്യത്യാസവും തുല്യമായിരിക്കും. അപ്പം നമ്മൾ ഇവിടെ ഒന്നുകൂടി പറയാൻ മറന്നുപോയി. ബലമുണ്ടാക്കുന്ന ആവേഗം എന്ന് പറയുന്നത് എന്താണ്? എഫ് ടി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു ഇൻറ്റു ടി ഭാഗം എന്താണ്? ടി ആണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ ടിയും ടിയും ഒക്കെ വെട്ടിപ്പോവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് എം വി ഈസ് ഈക്വൽ ടു എം യു എന്നാണ്. നമുക്കിവിടെ എം വി മൈനസ് എം യു എന്നാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അതാണ് ബലമുണ്ടാക്കുന്ന ആവേഗം എന്ന് പറയുന്നത്. അപ്പോൾ ബലമുണ്ടാക്കുന്ന ആവേഗം എന്ന് പറയുന്നത് എന്താണ്? എം വി മൈനസ് എം യു ആണ്. ഇനി ഇവിടുത്തെ ഇതൊന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു ബലത്തിൻ്റെ ആവേഗവും അതുണ്ടാക്കുന്ന മൊമൻ്റ വ്യത്യാസവും തുല്യമായിരിക്കും. അപ്പോൾ ബലത്തിൻ്റെ ആവേഗവും അതുണ്ടാക്കുന്ന മൊമൻ്റ വ്യത്യാസവും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. ഇതാണ് ആവേഗ മൊമൻ്റ തത്വം എന്ന് പറയുന്നത്. അപ്പോൾ ആവേഗ മൊമൻ്റ തത്വം എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആവേഗ ആക്ക തത്വം എന്നും പറയാം. മൊമൻ്റം എന്ന് പറഞ്ഞാൽ ആക്കമാണല്ലോ. ആവേഗ മൊമൻ്റ തത്വം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഒരു ബലത്തിൻ്റെ ആവേഗവും അതുണ്ടാക്കുന്ന മൊമൻ്റ വ്യത്യാസവും തുല്യമായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആവേഗ മൊമൻ്റ തത്വം എന്ന് പറയുന്നത്. ഇനി അടുത്തതായി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? 200 ഗ്രാം മാസുള്ള ഒരു പന്ത് 30 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ ചലിക്കുന്നു. ഒരാൾ ഈ പന്ത് പിടിക്കുന്നു. അപ്പോൾ അതിലൊരു 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒന്നാമത്, പന്തിനെ പിടിച്ച് നിശ്ചലമാക്കാനെടുത്ത സമയം താഴെ കൊടുത്ത പ്രകാരമെങ്കിൽ ഓരോ സന്ദർഭത്തിലും കയ്യിൽ അനുഭവപ്പെടുന്ന ബലം എത്രയായിരിക്കും? അപ്പോൾ ഇവിടെ സെക്കൻഡ് സമയങ്ങൾ തന്നിട്ടുണ്ട്. 0.3, 0.2, 0.1 എന്നീ സമയ വ്യത്യാസത്തിലാണ് ഈ പന്ത് നിശ്ചലമാകാനെടുത്ത സമയമെന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ലഭിച്ച ഉത്തരങ്ങളിലെല്ലാം ബലത്തിൻ്റെ അളവ് നെഗറ്റീവാണല്ലോ. ഇതെന്തിനെ സൂചിപ്പിക്കുന്നു? ഈ ഉത്തരങ്ങൾ വിശകലനം ചെയ്തൊരു പൊതു നിഗമനം രൂപീകരിക്കുക. അപ്പോൾ എന്താ ഇവിടെ നമ്മുടെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടുത്തെ മാസ് എന്ന് പറയുന്നത് 200 ഗ്രാം ആണ്. എപ്പോഴും നമ്മൾ കിലോഗ്രാമാണ് പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ. ഇപ്പോൾ ഇവിടുത്തെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? മാസ് എന്ന് പറയുന്നത് 200 ഗ്രാം ആണ്. അപ്പം നമുക്ക് പറയാം എം ഈസ് ഈക്വൽ ടു 200 ഗ്രാം. ഇനി ആദ്യ പ്രവേഗം അഥവാ യു എന്ന് പറയുന്നത് എന്താണ്? 30 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗം. 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരു പന്ത് 30 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആദ്യ പ്രവേഗം എന്ന് പറയുന്നത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? അന്ത്യപ്രവേഗം എന്ന് പറയുന്നത് എത്ര? വി ഈസ് ഈക്വൽ ടു 0 ആണ്, 0 അപ്പോൾ ഇവിടെ നമുക്ക് പറയാം എങ്ങനെയാണ്. ഇനി ഇവിടെ ഓരോ സെക്കൻഡുകൾ സമയം തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ നോക്കേണ്ടത് 0.3 ആണ്. 0.3 സെക്കൻഡിൽ എങ്ങനെയാണ് ഇത് എന്നാണ് നോക്കാനുള്ളത്. അപ്പോൾ 0.3 സെക്കൻഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 0.3 സെക്കൻഡാണ് ആദ്യം നമ്മൾ എടുക്കുന്നത്. അതിനു മുമ്പേ നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്ന് പറയുന്നത് ഗ്രാം. 200 ഗ്രാമിനെ നമ്മൾ എന്ത് ചെയ്യണം? മാസിനെ നമ്മൾ ഗ്രാമിൽ നിന്ന് കിലോഗ്രാമിലോട്ട് മാറ്റണം. അപ്പം മാസിനെ എന്ത് ചെയ്യണം? ഗ്രാമിൽ നിന്ന് മാസിനെ കിലോഗ്രാമിലാക്കണം. അപ്പോൾ ഇവിടെ 200 ഗ്രാമിനെ നമുക്ക് എന്ത് ചെയ്യണം? കിലോഗ്രാമിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 200/1000
ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? അപ്പോൾ നമുക്ക് 0.2 kg എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 0.2 kg എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 0.2 kg ആണ്. അങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ഇനി ഓരോ സമയമെടുത്തിട്ട് നമ്മളിത് ചെയ്ത് നോക്കണം. ആദ്യം നമുക്ക് എടുക്കാനുള്ളത് എന്താണ്? 0.3 സെക്കൻഡിലാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? ഇവിടുത്തെ ഇക്വേഷൻ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു, ആവേഗത്തിൻ്റെ ഇക്വേഷനാണ്. എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എടുത്ത സെക്കൻഡ് എന്ന് പറയുന്നത് എത്രയാണ്? 3 സെക്കൻഡാണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് പറയാം നമ്മളുടെ ഇവിടുത്തെ എം എന്ന് പറയുന്നത് എത്രയാണ്? എം നമ്മൾ നേരത്തെ പറഞ്ഞു എത്രയാണ്? 0.2 kg ആണ് എം എന്ന് പറയുന്നത്. ഇവിടുത്തെ അന്ത്യപ്രവേഗം വി മൈനസ്, വി എന്ന് പറയുന്നത് 0 ആണ്, യു എന്ന് പറയുന്നത് 30 ആണ്. അത് പോയി, സമയമില്ല, സൈഡിൽ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പോയത്. അപ്പോൾ ഒന്നുകൂടി നമുക്കത് എഴുതാം. 0.2 ഇൻറ്റു 0 - 30 എത്ര സമയമാണ്? 0.3 ആണ്. ഇനി അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.2 ഇൻറ്റു -30 ഭാഗം 0.3. അപ്പോൾ നമുക്ക് 2 ഇൻറ്റു 30 എത്ര കിട്ടും നമുക്ക്? ഇത് നോക്കുമ്പോൾ -6 ഭാഗം 0.3 എന്ന് കിട്ടും. ഇനി അതിനെ നമ്മൾ 10/10 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? -60 ഭാഗം 3 എന്ന് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് -20 എന്ന്, ഇതിൻ്റെ 20 ന്യൂട്ടൺ, അതാണ് ഇവിടെ ആദ്യത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഉത്തരം നമുക്ക് എത്ര കിട്ടി? -20 എന്ന് കിട്ടും. 20 ന്യൂട്ടൺ എന്നിവിടെ കിട്ടി. അടുത്ത രണ്ടാമത്തെ നമ്മൾ വെച്ച് ചെയ്യുമ്പോൾ എന്താണ്? 0.2 സെക്കൻഡാണ് എടുക്കുന്നത്. അതും ഇതുപോലെ തന്നെ 2 സെക്കൻഡിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. 0.2 സെക്കൻഡ്, 0.2 സെക്കൻഡ് നമ്മളിവിടെ എടുത്തു. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? രണ്ടാമത്തെ നമ്മുടെ ഇക്വേഷൻ അത് തന്നെയാണ്. എന്താണ് ഇക്വേഷൻ എന്ന് പറയുന്നത്? എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി ആണ് നമ്മുടെ ഇക്വേഷൻ. എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി എന്ന് വെച്ചാൽ എത്രയാണ്? ഇവിടെ നമ്മുടെ മാസ് എടുക്കണം ആദ്യം. 0.2 ഇൻറ്റു അന്ത്യപ്രവേഗം എന്ന് പറയുന്നത് 0 ആണ്, ആദ്യപ്രവേഗം 30 ആണ്. അതിന് നമ്മൾ ഏതാണ് നമ്മുടെ സെക്കൻഡ് എന്ന് പറയുന്നത്? 0.2 സെക്കൻഡാണ്. 0.2 സെക്കൻഡ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് 0.2 സെക്കൻഡ് ആവുമ്പം നമുക്കിവിടെ എത്രയെന്ന് കിട്ടും? -30 ന്യൂട്ടൺ എന്ന് കിട്ടും. -30 ന്യൂട്ടൺ എന്നിവിടെ ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ -30 ആണ്. ഇനി അതേപോലെ അടുത്ത മൂന്നാമത്തത് 1 സെക്കൻഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്തതായി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ചെയ്യേണ്ടത് മൂന്നാമത്തേന് 1 സെക്കൻഡാണ്. അവിടെയും ഇതുപോലെ നമ്മൾ നമ്മുടെ ഇക്വേഷൻ എഴുതുക. എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി എടുക്കുക. അവിടെ നമ്മുടെ മാസ് എത്രയാണ്? 0.2 ഇൻറ്റു 0 മൈനസ് 30 ബൈ 0.1 നമ്മൾ എടുത്തു. അപ്പോൾ നമുക്ക് 0.2 ഇൻറ്റു -30 ഭാഗം 0.1. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ -6 ബൈ 0.1 എന്ന് പോയോ? അപ്പം നമുക്കിവിടെ എങ്ങനെ കിട്ടും? -6 ബൈ 0.1 ഇൻറ്റു 10/10. അപ്പം നമുക്ക് എന്ത് കിട്ടി? അപ്പം -0. ഇവിടെ നമുക്ക് എന്ത് കിട്ടും?
60 ന്യൂട്ടൺ എന്ന് ഇവിടെ ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സെക്കൻഡിലും നമുക്ക് എന്താ കിട്ടിയത്? ഇവിടെ ഓരോ സെക്കൻഡിലും കിട്ടിയത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലഭിച്ച ഉത്തരങ്ങളിലെല്ലാം ബലത്തിൻ്റെ അളവ് നെഗറ്റീവാണല്ലോ. അതെ, നമുക്ക് ലഭിച്ച ഉത്തരങ്ങളിലെല്ലാം ബലത്തിൻ്റെ അളവ് എങ്ങനെയാണ്? നെഗറ്റീവാണ്. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? അപ്പോൾ ഈ ഒരു അളവ് എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമുക്കറിയാം എന്താണ് ഇവിടെ, അതായത് സമയം കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ നമുക്ക് സമയം കുറയുന്നതിനനുസരിച്ച് ബലം കൂടുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇവിടെ എന്താണ്? ഈ ഉത്തരങ്ങൾ വിശകലനം ചെയ്തൊരു പൊതു നിഗമനം രൂപീകരിക്കുക. അപ്പോൾ ഇവിടെ എന്ത് നിഗമനത്തിലാണ് നമ്മൾ എത്തിച്ചേരുന്നത്? അതായത് വസ്തുവിനെ നിശ്ചലമാക്കാനുള്ള സമയം കുറയുന്നതനുസരിച്ച് അവിടുത്തെ ബലം കൂടും. അതായത് സമയം കൂടുന്നതിനനുസരിച്ച് ബലം കുറയും, സമയം കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ബലം കൂടും എന്നൊരു നിഗമനത്തിലാണ് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്. ഇവിടെ രൂപീകരിച്ച നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചുവടെ കൊടുത്ത പ്രസ്താവനകൾക്ക് കാരണം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ക്രിക്കറ്റ് കളിക്കാർ വേഗത്തിൽ വരുന്ന പന്ത് പിടിക്കുന്നതിനോടൊപ്പം കൈ പുറകോട്ട് ചലിപ്പിക്കുന്നു. അപ്പോൾ എന്താണ്? കൈ പുറകോട്ട് ചലിപ്പിക്കാനുള്ള കാരണം എന്താണ്? ഇവിടെ സമയം കുറയുന്നതിനനുസരിച്ച് എന്ത് കൂടുന്നു? വേഗം കൂടുന്നു, അല്ലെങ്കിൽ ബലം കൂടുന്നു. ഫുട്ബോൾ കളിയിൽ ഗോൾ മുഖത്ത് വരുന്ന പന്ത് ഗോളി പിടിക്കുമ്പോൾ പന്തിനൊപ്പം കൈകൾ പുറകോട്ട് ചലിപ്പിക്കുന്നതും എന്താണ്? ഇതിന് കാരണമാണ്. അതുപോലെ പോൾ വാൾട്ട് പീറ്റിൽ ഫോം ബെഡ് ഇടുന്നതും എന്തുകൊണ്ടാണ്? ആവേഗബലത്തിന്. ഇതെല്ലാം ആവേഗബലത്തിന് ഉദാഹരണമാണ്. ഗ്ലാസ് പാത്രങ്ങൾ അടുക്കി വച്ചിരിക്കുന്ന പാക്കറ്റുകളിൽ സ്പോഞ്ച് അല്ലെങ്കിൽ വൈക്യൂൾ നിറയ്ക്കുന്നതും എന്താണ്? ആവേഗബലത്തിൻ്റെ ഭാഗമാണ്. രണ്ടാം ചലന നിയമം പരിഗണിക്കുമ്പോൾ ബലം പ്രയോഗിക്കാത്ത ഒരവസരത്തെ പറ്റി ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ഇവിടെ എന്താണ്? F=m×a. അതാണ് നമ്മൾ രണ്ടാം ചലന നിയമത്തിൽ നമ്മൾ ഇക്വേഷൻ പഠിച്ചു വെച്ചത്. അതാണ് F=m×a എന്ന് പറയുന്നത്. ഇവിടെ F എന്ന് പറയുന്നത് 0 എങ്കിൽ എന്താണ്? എ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? 0ആണ്. F×a പറയുമ്പോൾ F എന്ന് പറയുന്ന 0 എങ്കിൽ എ എന്ന് പറയുന്നതും എന്താ തന്നെയാണ്? 0ആണ്. ഇനി എ എന്ന് പറയുന്നത് F/m ആണ്. F/m ആണ് എ എന്ന് പറയുന്നത്. അതുകൊണ്ട് എയും എന്തായിരിക്കും? 0 ആയിരിക്കും. ബലം പ്രയോഗിക്കാത്ത അവസരങ്ങളിൽ വസ്തുവിന് ത്വരണം ഉണ്ടാകില്ലല്ലോ. അപ്പോൾ ബലം പ്രയോഗിച്ചില്ലെങ്കിൽ വസ്തുവിന് എന്തില്ല? ത്വരണമില്ല. ത്വരണം ഉണ്ടാകാത്ത അവസ്ഥയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു നേർരേഖാപാതയിൽ തുടരുകയോ ചലനമില്ലാത്ത വസ്തു നിശ്ചല അവസ്ഥയിൽ തുടരുകയോ ചെയ്യും. അപ്പോൾ ബലം പ്രയോഗിച്ചില്ലെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ഒന്നുകിൽ ത്വരണമുണ്ടാക്കാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യുന്നു? ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു നേർരേഖാപാതയിൽ തുടരുകയോ ചലനമില്ലാത്ത വസ്തു നിശ്ചലാവസ്ഥയിൽ തുടരുകയോ ചെയ്യും. ഇത് ഒന്നാം ചലന നിയമമാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒന്നാം ചലന നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാം ചലന നിയമത്തിൽ എന്താണ് പറയുന്നത്? ഒരു വസ്തു ത്വരണമുണ്ടാകാത്ത അവസ്ഥയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു എന്ത് ചെയ്യുന്നു? നേർരേഖാപാതയിൽ തുടരുകയോ ചലനമില്ലാത്ത വസ്തു നിശ്ചലാവസ്ഥയിൽ തുടരുകയോ ചെയ്യും. ഇത് ഒന്നാം ചലന നിയമമാണ്. ഇതിൽ നിന്നും രണ്ടാം ചലന നിയമം ഒന്നാം ചലന നിയമവുമായി ഒത്തുപോകുന്നതായല്ലേ മനസ്സിലാകുന്നത്. അപ്പോൾ രണ്ടാം ചലന നിയമം എന്തിൻ്റെ തുടർച്ചയാണ് എന്ന് നമുക്ക് പറയാം? ഒന്നാം ചലന നിയമത്തിൻ്റെ തുടർച്ചയാണ് എന്ന് നമുക്ക് പറയാം. കടൽ തീരത്ത് മണലിൽ കൂടി ഓടിയിട്ടുണ്ടോ? കടൽ തീരത്ത് മണൽ കൂടി നമ്മൾ ഓടാത്തവരായിട്ട് വളരെ കുറച്ച് പേരെ കാണത്തുള്ളായിരിക്കും. ചെളി നിറഞ്ഞ പ്രദേശത്ത് കൂടി നടന്നു നീങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. എന്നാൽ ഉറച്ച തറയിൽ കൂടി നടക്കുമ്പോഴോ? ഈ രണ്ട് സ്ഥലത്തെയും അനുഭവം ഉണ്ടാവാറില്ല അല്ലേ? ഉറച്ച തറയിലൂടെ വേഗത്തിൽ നടക്കാൻ കഴിഞ്ഞതും ചെളിയിൽ നടക്കാൻ പ്രയാസമുണ്ടായതും എന്തുകൊണ്ടായിരിക്കാം? നാം തറയിലൂടെ നടക്കുമ്പോൾ ഏത് ദിശയിലാണ് ബലം പ്രയോഗിക്കുന്നത്? അപ്പം നാം തറയിലൂടെ നടക്കുമ്പോൾ ഏത് ദിശയിലോട്ടാണ് ബലം പ്രയോഗിക്കുന്നത്? നമ്മൾ മുന്നോട്ടാണ് ബലം പ്രയോഗിക്കുന്നത്. നമുക്കുണ്ടാകുന്ന ചലനത്തിൻ്റെ ദിശ എങ്ങോട്ടായിരിക്കും? ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾക്കായി നമുക്ക് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം പരിചയപ്പെടാം. അപ്പോൾ ഇതിനുള്ള മൂന്നാം ചലന നിയമത്തിലാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോകുന്നത്. അടുത്ത് നമ്മൾ ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമമാണ് പഠിക്കാൻ പോകുന്നത്. ചിത്രത്തിൽ കാണുന്നത് പോലെ മിനുസമുള്ള പ്ലാസ്റ്റിക് നൂലിൽ ഒരു സ്ട്രോ കടത്തിയ ശേഷം ചരിച്ചു കെട്ടിയിരിക്കുന്നു. ഊതി വീർപ്പിച്ച ഒരു ബലൂൺ സ്ട്രോയിൽ സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ച ശേഷം
ബലൂണിലെ വായു തുറന്നു വിടുക. എന്ത് നിരീക്ഷിക്കുന്നു? അപ്പം നോക്കിയേ, ഇവിടെ രണ്ട് ചിത്രം തന്നിട്ടുണ്ട്. അതിൽ ഒന്നിൽ രണ്ട് ബലൂണിനെ ഓരോന്നിലും രണ്ട് ബലൂൺ തന്നിട്ടുണ്ട്. ആ ബലൂണിൻ്റെ വായു ഒന്നിൽ തുറന്ന് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ബലൂണിനുള്ളിലെ വായുവിൻ്റെ ചലനം ഏത് ദിശയിലാണ്? അപ്പോൾ ബലൂൺ മുന്നോട്ടാണ് പോകുന്നത്. അപ്പോൾ ബലൂണിനുള്ളിലെ വായുവിൻ്റെ ചലനം പുറകോട്ടാണ് അല്ലേ? അപ്പോൾ വിപരീത ദിശയിലാണ്. ബലൂണിൻ്റെ ചലനദിശയോ? ബലൂണിൻ്റെ ചലനദിശ മുന്നോട്ടാണ് ബലൂണ് പോകുന്നത്. അപ്പോൾ ഒരേപോലുള്ള രണ്ട് സ്പ്രിങ് ബാലൻസുകളാണ് എയും ബിയും. ഇവിടെ ഒരേപോലുള്ള രണ്ട് സ്പ്രിങ് ബാലൻസുകൾ എയും ബിയും ഇവിടെ തന്നിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ സ്പ്രിങ് ബാലൻസ് ബിയുടെ ഒരഗ്രം ജനൽ കമ്പിയിൽ ദൃഢമായി ഉറപ്പിക്കുക. സ്പ്രിങ് ബാലൻസ് എ ഉപയോഗിച്ച് 40 ന്യൂട്ടൺ ബലം ബിയിൽ പ്രയോഗിച്ചാൽ ഓരോ സ്പ്രിങ് ബാലൻസും സൂചിപ്പിക്കുന്ന റീഡിംഗ് എത്ര വീതമാണ്? ഇവ തുല്യമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും തുല്യമായിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? റീഡിങ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. രണ്ടും എന്താണ്? രണ്ടിൻ്റെയും റീഡിങ് തുല്യമാണ്, 40 ന്യൂട്ടൺ തന്നെയാണ്. ഇനി ഇവ ഒരേ ദിശയിലാണോ എതിർ ദിശകളിലാണോ? നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇത് രണ്ടും എതിർ ദിശകളിലാണ്, ഓപ്പോസിറ്റ് സൈഡാണ്, വിപരീത ദിശകളിലാണ്. ഈ രണ്ട് സ്പ്രിങ് ബാലൻസുകളിൽ ഒന്ന് കാണിച്ച റീഡിങ് ബലവും രണ്ടാമത്തെ സ്പ്രിങ് ബാലൻസ് കാണിച്ച റീഡിങ് പ്രതിബലവുമാണ്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ റീഡിങ് എന്ന് പറയുന്നത് ബലമാണെങ്കിൽ രണ്ടാമത്തെ സ്പ്രിങ് ബാലൻസിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? പ്രതിബലമാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഓരോ ബലവും ഒരു പ്രതിബലം ഉളവാക്കുന്നു. അപ്പം നമുക്ക് പറയാം ഓരോ ബലത്തിനും എന്തുണ്ട്? ഒരു പ്രതിബലം ഉളവാക്കുന്നുണ്ട്. ഈ രണ്ട് ബലങ്ങളിൽ ഒന്നിനെ വസ്തുവിൽ പ്രയോഗിക്കപ്പെട്ട ബലം എന്നും രണ്ടാമത്തെ ബലത്തെ പ്രതിബലം എന്നും വിശേഷിപ്പിക്കാം. അപ്പോൾ ഒരു ബലത്തെ നമുക്ക് എന്താണ്, ഓരോ ബലവും ഒരു പ്രതിബലം ഉളവാക്കുന്നു എന്ന് പറഞ്ഞു. ഈ രണ്ട് ബലങ്ങളിൽ ഒന്നിനെ വസ്തുവിൽ പ്രയോഗിക്കപ്പെട്ട ബലമെന്നും രണ്ടാമത്തെ ബലത്തെ പ്രതിബലം എന്നുമാണ് വിശേഷിപ്പിക്കുക. ഈ കണ്ടെത്തലുകൾ ഉപയോഗിച്ച് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം രൂപീകരിക്കാൻ കഴിയും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം എന്ത് ചെയ്യാൻ കഴിയും? രൂപീകരിക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഏതൊരു ബലത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിബലം ഉണ്ടായിരിക്കും. ഇതാണ് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം പറയുന്നത്? ഓരോ ബലത്തിനും തുല്യവും വിപരീതവുമായ പ്രതിബലം ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം എന്ന് പറയുന്നത്. കാറിനകത്തിരുന്ന് കാറിനെ തള്ളിയാൽ കാർ ചലിക്കുന്നില്ല, എന്നാൽ പിൻസീറ്റിലിരുന്ന് മുൻ സീറ്റിനെ തള്ളി ചലിപ്പിക്കാൻ നമുക്ക് കഴിയുമല്ലോ. അതെങ്ങനെയാണ്? മുൻ സീറ്റുകൾ നിരക്കി നീക്കാവുന്നതിനാൽ പിൻസീറ്റിലിരുന്ന് മുൻ സീറ്റിനെ തള്ളുമ്പോൾ നാം പൂർണ്ണമായും മുൻ സീറ്റിന് പുറത്തായതുകൊണ്ട് അതിൽ അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കാൻ കഴിയുന്നു. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ്? മുൻസീറ്റുകൾ നിരക്കി നീക്കാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് പിൻസീറ്റിലിരുന്ന് മുൻസീറ്റിനെ തള്ളുമ്പോൾ എന്ത് ചെയ്യും? പൂർണ്ണമായും മുൻസീറ്റിന് പുറത്തായതുകൊണ്ട് മുൻസീറ്റിന് പുറത്തായതുകൊണ്ട് നമുക്കതിലൊരു അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കാൻ കഴിയുന്നു. എന്നാൽ കാറിനകത്തിരുന്ന് കാറിനെ തള്ളുമ്പോൾ കൈകൊണ്ട് കാറിന് നൽകുന്ന അതേ അളവിൽ ബലം ശരീരം വഴി കാറിൻ്റെ പ്ലാറ്റ്ഫോമിൽ പ്രയോഗിക്കപ്പെടുന്നതിനാൽ അവ അസന്തുലിതമായി മാറും. അപ്പം നമ്മൾ കാറിനെ എന്ത് ചെയ്യുമ്പോൾ, കാറിനകത്തിരുന്നിട്ട് കാറിനെ തള്ളുമ്പോൾ കൈകൊണ്ട് കാറിന് നൽകുന്ന അതേ അളവിൽ ബലം ശരീരം വഴി കാറിൻ്റെ പ്ലാറ്റ്ഫോമിൽ പ്രയോഗിക്കപ്പെടുന്നതിനാൽ അവ അസന്തുലിതമായി മാറും. അതിനാൽ കാർ ചലിക്കില്ലേ? കാർ എന്ത് ചെയ്യത്തില്ല? ചലിക്കില്ല. റോഡിൽ നിന്നുകൊണ്ട് കാറിനെ തള്ളുമ്പോൾ കാറിന് അസന്തുലിത ബാഹ്യബലം ലഭിക്കുന്നതിനാൽ കാർ ചലിക്കുന്നു. അപ്പം നമ്മൾ റോഡിൽ നിന്നുകൊണ്ടാണ് കാറിനെ തള്ളുന്നതെങ്കിൽ കാറിന് എന്ത് ബലം കിട്ടും? ഒരു അസന്തുലിത ബലം കിട്ടും. അതുകൊണ്ട് കാർ എന്ത് ചെയ്യും? ചലിക്കുന്നു. ബലം, പ്രതിബലം ഇവയിൽ ഏതാണ് ആദ്യം ഉണ്ടാകുന്നതെന്ന് കണ്ടെത്താനാകുമോ? അപ്പോൾ ഇതിൽ ബലമാണോ പ്രതിബലമാണോ ആദ്യം ഉണ്ടാകുന്നത്? ആ കാര്യമാണ് നമ്മൾ പറയുന്നത്. ബലവും പ്രതിബലവും ഒരേ സമയം വ്യത്യസ്ത വസ്തുക്കളിലാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ബലവും പ്രതിബലവും അനുഭവപ്പെടുന്നത് ഒരേ സമയം വ്യത്യസ്ത വസ്തുക്കളിലാണ്. രണ്ട് വസ്തുക്കളിൽ ബലം അനുഭവപ്പെടുമ്പോൾ അവയിൽ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്നത് ബലം ആയും രണ്ടാമത്തെ വസ്തുവിൽ എതിർ ദിശയിൽ ഉളവാകുന്ന ബലം അഥവാ
പ്രതിബലമായും പരിഗണിക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു വസ്തുവിൽ രണ്ട് വസ്തുക്കളിൽ ബലം അനുഭവപ്പെടുമ്പോൾ അവയിൽ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്നത് ബലമാണ്. രണ്ടാമത്തെ വസ്തുവിൽ എതിർ ദിശയിൽ ഉളവാകുന്ന ബലം എന്താണ്? പ്രതിബലമാണ് എന്നാണ് പറയുന്നത്. ഇവ ജോഡികളായി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ബലമുണ്ടെങ്കിൽ പ്രതിബലവും ഉണ്ടായിരിക്കും. അപ്പോൾ ബലമുണ്ടെങ്കിൽ അവിടെ എന്തുമുണ്ട്? പ്രതിബലവുമുണ്ട്. നൽകിയിരിക്കുന്ന പ്രസ്താവനകൾക്ക് കാരണം കണ്ടെത്തി സയൻസ് ഡയറിയിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. തോണി തുഴയുമ്പോൾ ജലത്തെ പുറകോട്ട് തള്ളുന്നു, പക്ഷേ തോണി മുന്നോട്ട് നീങ്ങുന്നു. അപ്പം അത് കാരണം എന്താണ്? അവിടെ ബലവും പ്രതിബലവും പ്രയോഗിക്കുന്നുണ്ട്. അതായത് ഓപ്പോസിറ്റ്. നമ്മൾ നേരത്തെ ബലൂണിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ബലൂണിൽ വായു ബാക്കിലോട്ട് പോകുന്നു, പക്ഷേ ബലൂൺ എന്ത് ചെയ്യുന്നു? മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതേപോലെയാണ് തോണി തുഴയുമ്പോഴും സംഭവിക്കുന്നത്. റോക്കറ്റ് ലോഞ്ചിങ് സമയത്ത് റോക്കറ്റിൻ്റെ ജ്വലന അറയിൽ ഇന്ധനം ജ്വലിച്ചുണ്ടാകുന്ന ഉയർന്ന മർദ്ദത്തിലുള്ള വാതകങ്ങൾ ഉന്നത വേഗത്തിൽ ഒരു ദിശയിൽ പോകുന്നു, പക്ഷേ റോക്കറ്റ് എതിർ ദിശയിൽ കുതിക്കുന്നു. അപ്പോൾ അതും എന്താണ്? ഈ പറഞ്ഞ ബലവും പ്രതിബലവും ആണ്. ഇനി കരയ്ക്കടുത്തുള്ള തോണിയിൽ നിന്നും ഒരാൾ കരയിലോട്ട് ചാടുമ്പോൾ തോണി പുറകോട്ട് പോകുന്നു. അപ്പോൾ കരയ്ക്കടുത്തുള്ള ഒരു തോണിയിൽ നിന്ന് ഒരാൾ കരയിലോട്ട് ചാടിയാൽ എന്ത് ചെയ്യും? തോണി പുറകോട്ട് പോകുന്നു. അവിടെയും എന്തുണ്ട്? ഒരു ബലവും പ്രതിബലവും പ്രയോഗിക്കുന്നുണ്ട്. സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചുള്ള മുൻ പരീക്ഷണത്തിൽ ഇരു ദിശകളിലും തുല്യ ബലമല്ലേ അനുഭവപ്പെട്ടത്? അതെ, അത് നമ്മൾ തുല്യ ബലമാണ് പറഞ്ഞത്. ബലം ജോഡികളായി മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ബലം എന്തായിരുന്നു? ജോഡികളായി മാത്രമേ ബലമുണ്ടാകുന്നുള്ളൂ. F12 എന്നത് ഒന്നാം വസ്തു രണ്ടാം വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലമാണ്. അപ്പോൾ F12 എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ F12 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാം വസ്തു രണ്ടാം വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലമാണ് F12 എന്ന് പറയുന്നത്. അതുപോലെ F21 എന്നത് എന്താണ്? രണ്ടാം വസ്തു ഒന്നാം വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലമാണ് F21 എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമപ്രകാരം F12 ഈസ് ഈക്വൽ ടു മൈനസ് F21 എന്ന് നമുക്ക് പറഞ്ഞൂടെ? എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അപ്പം ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? F12 ഈസ് ഈക്വൽ ടു മൈനസ് F21 എന്ന് പറയാം. ഇനി ഇവിടെ ഒരു 3 ചിത്രം തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ചിത്രത്തിൽ ഒന്ന് നിശ്ചലമാണ്, ഒന്ന് മൂന്നാം ചലന നിയമപ്രകാരമുള്ള ചലനമാണ്, ഒന്നെന്ന് പറയുന്നത് ജഡത്വം കാരണം ചലനം തുടരുന്നു. അതാണ് ഇവിടെ 3 ചിത്രത്തിൽ പറയുന്നത്. നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഉത്തരങ്ങൾ സാധൂകരിക്കുക. എന്താണ്? ബലവും പ്രതിബലവും തുല്യവും വിപരീതവുമാണല്ലോ. അതെ. അങ്ങനെയെങ്കിൽ അവ പരസ്പരം നിർവീര്യമാക്കപ്പെടുമോ? അപ്പോൾ ബലവും പ്രതിബലവും എങ്ങനെയാണ്? തുല്യവും വിപരീതവുമാണ്. അങ്ങനെയെങ്കിൽ അവ പരസ്പരം നിർവീര്യമാക്കപ്പെടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് നിർവീര്യമാക്കപ്പെടുകയില്ല എന്നതാണ് ഉത്തരം. ഐസിന് മുകളിൽ നിന്നുകൊണ്ട് ഒരു വാഹനം തള്ളി നീക്കാൻ ശ്രമിച്ചാൽ വാഹനം നീങ്ങുമോ? അപ്പോൾ ഐസിന് മുകളിൽ നിന്നുകൊണ്ട് ഒരു വാഹനം തള്ളി നീക്കാൻ ശ്രമിച്ചാൽ വാഹനം നീങ്ങുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മൂന്നാം ചലന നിയമത്തെ അടിസ്ഥാനമാക്കി ആന്തരിക ബലം എന്തുകൊണ്ട് സന്തുലിത ബലമായി എന്ന് സ്ഥാപിക്കുക. അപ്പോൾ ഐസിന് മുകളിൽ നിന്നൊരു വാഹനം നമ്മൾ തള്ളി നീക്കാൻ ശ്രമിച്ചാൽ വാഹനം നീങ്ങുമോ? വാഹനം ഐസിന് മുകളിൽ നിന്ന് നമ്മൾ തള്ളുന്നു, അപ്പോൾ വാഹനം നീങ്ങും. മൂന്നാം ചലന നിയമത്തെ അടിസ്ഥാനമാക്കി ആന്തരിക ബലം എന്തുകൊണ്ട് സന്തുലിതമായി എന്ന് സ്ഥാപിക്കുക. ആന്തരിക ബലം പ്രയോഗിക്കുമ്പോൾ ബലവും പ്രതിബലവും ഒരേ വസ്തുവിലാണ് അനുഭവപ്പെടുന്നത്. അതാണ് കാരണം. അപ്പം എന്താണ്? ആന്തരിക ബലം പ്രയോഗിക്കുമ്പോൾ ബലവും പ്രതിബലവും ഒരേ വസ്തുവിൽ അനുഭവപ്പെടുന്നത് കൊണ്ട് എന്ത് ചെയ്യത്തില്ല? ആന്തരിക ബലം സന്തുലിത ബലമായിട്ട് സ്ഥാപിക്കാനേ കഴിയുകയുള്ളൂ. ആന്തരിക ബലം അവിടെ എന്താ ആവില്ല? അവിടെ സന്തുലിത ബലമാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇനിയുള്ളത് വിലയിരുത്താം എന്ന ഭാഗമാണ്. അപ്പോൾ വിലയിരുത്താൻ കുറേ അധികമുണ്ട്. നമ്മൾ ഇതുവരെ പഠിച്ച ഭാഗങ്ങളെല്ലാം കൂടി ചേർന്നതാണ് ഈ ഒരു വിലയിരുത്തലിലും തുടർ പ്രവർത്തനത്തിലും ഒക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്ന ഭാഗം വേണമെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക. അതല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. ഇത്രയും പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ വിലയിരുത്തൽ പോർഷൻ പഠിച്ചു പോകാൻ സാധിക്കുകയുള്ളൂ.
അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പം തന്നെ നമ്മുടെ വീഡിയോ വലിയ ഒരു ലോങ് വീഡിയോ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിലയിരുത്താം എന്ന ഭാഗം വേണമെങ്കിൽ അത് അടുത്ത ഒരു ക്ലാസ്സിൽ ചെയ്യാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം. അപ്പോൾ വേണമെന്നുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.